നമസ്കാരം, ഞാൻ ഡോക്ടർ കുര്യൻ തോമസ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് പാർക്കിൻസൺസ് ഡിസീസ് എന്നതിൻ്റെ ചികിത്സയെക്കുറിച്ചാണ്. സാധാരണഗതിയിൽ ഒരു 60 വയസ്സിന് മുകളിലുള്ള രോഗികൾക്ക് ഉണ്ടാകുന്ന ഒരു രോഗമാണ്, ഒരു ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസാണ് പാർക്കിൻസൺസ് ഡിസീസ് എന്ന് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. എന്താണ് പാർക്കിൻസൺസ് ഡിസീസിൻ്റെ കാരണം? തലച്ചോറിൽ ബേസൽ ഗാംഗ്ലിയ, മിഡ് ബ്രെയിൻ എന്ന് പറയുന്ന ഈ സ്ഥലങ്ങളിലൊക്കെ ന്യൂറോൺസ് ഉൽപ്പാദിപ്പിക്കുന്ന ചില കെമിക്കൽസ്, ഇവയെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് വിളിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ് ഡോപ്പമിൻ. ഒരു വണ്ടി സ്മൂത്തായിട്ട് ഓടണമെന്നുണ്ടെങ്കിൽ, ഒച്ചയൊക്കെ കേൾക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തു ചെയ്യും? അതിൽ ഓയിലിടും. അതുപോലെ നമ്മുടെ ശരീരം സ്മൂത്തായിട്ട് ഓടണം എന്നുണ്ടെങ്കിൽ ശരീരത്തിനെ അതിന് സഹായിക്കുന്ന ഓയിൽ പോലെ ഉള്ള ന്യൂറോ ട്രാൻസ്മിറ്ററാണ് ഡോപ്പമിൻ. ഇപ്പോൾ ഡോപ്പമിൻ ഇല്ലെങ്കിൽ രോഗിക്ക് എന്ത് പറ്റും? രോഗിക്ക് സ്പീഡ് കുറയും, രോഗി വിറയ്ക്കും, രോഗി വേച്ചു പോകും. ഈ ഡോപ്പമിനെ ആർട്ടിഫിഷ്യലായി കൊടുക്കുക എന്നുള്ളതാണ് പാർക്കിൻസൺസ് ഡിസീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ. ഇത് 2 രീതിയിൽ നമുക്ക് കൊടുക്കാം. ലീവോഡോപ്പ എന്ന് പറയുന്ന ഒരു മരുന്നാണ് പ്രധാനമായും പാർക്കിൻസൺസ് ഡിസീസിൻ്റെ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നത്. വളരെ കോമണായി സിൻഡോപ്പ പ്ലസ്, LCD ഇങ്ങനെയുള്ള ചില ബ്രാൻഡ് നെയിമുകളിൽ നമുക്ക് ഈ മരുന്ന് ലഭ്യമാണ്. നേരിട്ട് ഈ ഡോപ്പമിൻ കൊടുക്കുന്നത് അല്ലാതെ ഈ ഡോപ്പമിൻ വന്ന് തലച്ചോറിൻ്റെ ഏത് ഭാഗത്ത് അറ്റാച്ച് ചെയ്യുന്നു ആ ഭാഗത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു വിഭാഗം മരുന്നുകളാണ് ഡോപ്പമിൻ അഗോണിസ്. പ്രാമിപെക്സോൾ എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ റോപ്പിനിറോൾ എന്നൊക്കെ പറയുന്ന ഈ മരുന്നുകളും ലീവോഡോപ്പ എന്ന് പറയുന്ന മരുന്ന് പോലെ തന്നെ പാർക്കിൻസൺസ് രോഗികളുടെ ചികിത്സയ്ക്ക് നമുക്ക് സഹായിക്കും. പാർക്കിൻസൺസ് രോഗം വളരെ പെട്ടെന്ന് വഷളാകാതിരിക്കാൻ സഹായിക്കുന്ന ഒരു വിഭാഗം മരുന്നുകളുണ്ട്. ഇവയാണ് മാവോ-ബി ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്നത്. സെലജില്ലിൻ, റാസാജില്ലിൻ. അപ്പോൾ മരുന്നെടുത്താൽ പ്രത്യേകിച്ച് വലിയൊരു ഗുണം തോന്നില്ല എങ്കിലും എത്ര കാലം കൊണ്ടാണ് രോഗം വഷളാകുന്നത് അതിൻ്റെ വേഗത കുറയ്ക്കാൻ ഈ സെലജില്ലിൻ, റാസാജില്ലിൻ എന്നൊക്കെ പറയുന്ന മരുന്നുകൾ സഹായിക്കും. പിന്നെ പാർക്കിൻസൺസ് രോഗിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രോഗലക്ഷണമാണ് വിറയൽ. വിറയലിൻ്റെ ചികിത്സയ്ക്കായിട്ടും പല മരുന്നുകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട മരുന്ന് ട്രൈഹെക്സിഫിനിഡൈൽ എന്ന് പറയുന്ന മരുന്നാണ്. സാധാരണ പലപ്പോഴും ഉള്ളത് പാസിറ്റൈൻ, പാർക്കിൻ എന്ന ബ്രാൻഡ് നെയിമുകളിൽ ഈ മരുന്ന് ലഭ്യമാണ്. പിന്നെ എല്ലാ തരം വിറയലുകൾക്കും നമ്മൾ ഉപയോഗിക്കുന്ന ചില മരുന്നുകളുണ്ട്. പ്രൊപ്രാനലോൾ, ക്ലോണാസെപ്പാം. ചില സാഹചര്യങ്ങളിൽ വിറയൽ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, അതല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ ട്രൈഹെക്സിഫിനിഡൈൽ എന്ന് പറയുന്ന മരുന്നിൻ്റെ സൈഡ് എഫക്റ്റുകൾ, അത് ഓർമ്മപ്പശകായിക്കോട്ടെ, വായുണങ്ങുന്നതായിക്കോട്ടെ, മൂത്രം പോകുന്നതിനുള്ള ചെറിയ ബുദ്ധിമുട്ടുകളായിക്കോട്ടെ, ചിലപ്പോഴൊക്കെ ഹാലൂസിനേഷൻസ് കൂട്ടുക, ഇങ്ങനെയുള്ള സൈഡ് എഫക്റ്റുകൾ ഉണ്ടെങ്കിൽ വിറയൽ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ പ്രൊപ്രാനലോൾ അല്ലെങ്കിൽ ക്ലോണാസെപ്പാം എന്ന മരുന്നുകളെ ആശ്രയിച്ചേക്കാം. ഇതുകൂടാതെ അനേകം മരുന്നുകൾ നമുക്ക് പാർക്കിൻസൺസ് ഡിസീസിൻ്റെ ചികിത്സയ്ക്ക് ലഭ്യമാണ്. ന്യൂറോളജിസ്റ്റിനെ കണ്ട് കാലാകാലങ്ങളിൽ വീണ്ടും പോയി കാണുകയും ഈ പറയുന്ന മരുന്നുകളുടെ ഡോസ് ഏത് രീതിയിൽ വേണം എന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പാർക്കിൻസൺസ് ഡിസീസ് ഉള്ള രോഗികൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. രോഗം ഒരിക്കലും ഒരു ദിവസം കൊണ്ട് വഷളാവില്ല. ഇന്ന് ഒരു കുഴപ്പവുമില്ലാതെ മരുന്ന് കഴിച്ച് വലിയ കുഴപ്പമില്ലാതെ വിറയലും കൺട്രോളായി നടക്കുന്ന ഒരു രോഗി നാളെ വഷളായാൽ അത് പാർക്കിൻസൺസ് ഡിസീസ് വഷളായതല്ല, മറ്റെന്തോ രോഗം വന്നതുകൊണ്ടാണ്. അത് തലച്ചോറിനെ പറ്റിയ പുതിയ ക്ലോട്ടോ എന്തെങ്കിലും ആകാം, ശരീരത്തിൽ വരുന്ന ഇൻഫെക്ഷനുകളാകാം. പലപ്പോഴും കാണാറുള്ളത് മൂത്രത്തിൽ പഴുപ്പ് വരികയോ കഫക്കെട്ട് വരികയോ ആ സമയത്ത് പാർക്കിൻസൺസ് രോഗി ഡൗൺ ആവും. ശരീരത്തിലെ സോഡിയത്തിൻ്റെ അളവ് താന്നുപോയാൽ പാർക്കിൻസൺസ് രോഗി ഡൗൺ ആവും. തൈറോയിഡ് പോലെയുള്ള അസുഖങ്ങളുടെ മരുന്ന് ശരിയായ തോതിലല്ല എടുക്കുന്നത് എങ്കിൽ ആ സമയത്തും പാർക്കിൻസൺസ് രോഗി ഡൗൺ ആവും. അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ പാർക്കിൻസൺസ് ഡിസീസ് പോകുന്നു, പെട്ടെന്ന് വഷളായാൽ നിങ്ങൾ തീർച്ചയായിട്ടും മൂത്രത്തിൽ പഴുപ്പില്ല എന്നും
വേറെ ഇൻഫെക്ഷനുകളൊന്നും ശരീരത്തിൽ ഇല്ല എന്നും ശരീരത്തിലെ സോഡിയത്തിൻ്റെ അളവ് കുഴപ്പമില്ല എന്നും ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഉറപ്പാക്കേണ്ടതുണ്ട്. മരുന്നുകൾ പാർക്കിൻസൺസ് ഡിസീസിലെ വേഗതയും വിറയലും കൈകാര്യം ചെയ്യാൻ അല്ലാതെ ചില കാര്യങ്ങൾക്ക് വേണ്ടി വരാറുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടത് ടെൻഷനും ഡിപ്രഷനും ഒക്കെയാണ്. പാർക്കിൻസൺസ് ഡിസീസ് എന്ന് പറയുന്ന രോഗത്തിൻ്റെ ഭാഗമായി തന്നെ പല രോഗികളും ആങ്ഷ്യസ് ആയിരിക്കും, ഡിപ്രസ്ഡ് ആയിരിക്കും, വളരെ ടെൻഷൻ ഉണ്ടായിരിക്കും അവർക്ക്. അസുഖത്തിൻ്റേത് കൂടാതെ ഈ ഒരു അസുഖം എനിക്ക് വന്നല്ലോ, എൻ്റെ സാധാരണ ജീവിതത്തിലെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന ചിന്തയും ഇവരെ കാർന്നു തിന്നും. ഇവർക്ക് വേണ്ട രീതിയിൽ സപ്പോർട്ട് കൊടുക്കാൻ അവരുടെ കുടുംബാംഗങ്ങൾക്കും അവരെ ചികിത്സിക്കുന്ന ന്യൂറോളജി ഡോക്ടർക്കും ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറയും. അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന രീതിയിൽ അവരോട് സംസാരിക്കുകയും സാധാരണ ജീവിതത്തിലേക്ക് തുടരാനായിട്ടുള്ള ആത്മവിശ്വാസം അവർക്ക് കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. ചിലപ്പോഴൊക്കെ ചില മരുന്നുകളും നമ്മളിതിനായി ഉപയോഗിക്കും. പിന്നെ ഒരു ബുദ്ധിമുട്ടുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞ സോഡിയം താന്നു പോവുക എന്നൊക്കെ പറയുന്നത്, ടെൻഷൻ ഡിപ്രഷന് വേണ്ടിയൊക്കെ കൊടുക്കുന്ന പല മരുന്നുകളും പാർക്കിൻസൺ ഡിസീസ് ഉള്ള രോഗികളിൽ സോഡിയം താഴുന്നതിലേക്ക് വഴിവെക്കാം. അതുകൊണ്ട് ശ്രദ്ധിച്ച് ചിലപ്പോഴൊക്കെ വളരെ ചെറിയ ഡോസിൽ മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റൂ. അപ്പോൾ രോഗത്തിൻ്റെ ചികിത്സയെപ്പറ്റി നമ്മൾ പറഞ്ഞു. രോഗത്തിനോടൊപ്പമുള്ള പ്രധാനപ്പെട്ട കാര്യമായ ഡിപ്രഷൻ, ആങ്സൈറ്റിയെപ്പറ്റി നമ്മൾ പറഞ്ഞു. ഇനി ഉള്ളൊരു കുഴപ്പമാണ് ഉറക്കക്കുറവ്. ഉറക്കം കുറയുക, ഉറക്കത്തിൽ സംസാരിക്കുക, കാണുന്ന സ്വപ്നങ്ങൾ മുഴുവൻ ഓർത്തിരിക്കുക, ചിലപ്പോഴൊക്കെ സ്വപ്നം കാണുന്ന സമയത്ത് കൈയും കാലും ഇട്ടൊക്കെ അനക്കുക, ഇതെല്ലാം പാർക്കിൻസൺസ് ഡിസീസ് രോഗികളിൽ കാണാറുണ്ട്. മരുന്ന് ഡോസ് കൃത്യമാക്കുക, ഉറക്കത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാവുന്ന മറ്റ് കാര്യങ്ങൾ, ഉദാഹരണത്തിന് എപ്പോഴും മൂത്രം ഒഴിക്കാൻ തോന്നുവാണെങ്കിൽ രാത്രിയിൽ ഉറക്കം ശരിയാവില്ല. ഇപ്പോൾ മൂത്രത്തിൽ പഴുപ്പുണ്ടെങ്കിൽ ചികിത്സിക്കുക. പുരുഷന്മാരിലാണെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യുക. ഇതെല്ലാം കൈകാര്യം ചെയ്തിട്ടും ഉറക്കം കിട്ടുന്നില്ല എങ്കിൽ വളരെ ചെറിയ ഡോസിൽ ചിലപ്പോൾ ഉറക്ക ഗുളികകൾ കൊടുക്കേണ്ടി വന്നേക്കാം. പക്ഷേ ഉറക്ക ഗുളികകളുടെ ഡോസ് കൂടിയാൽ ഓൾറെഡി നടക്കുമ്പോൾ വേച്ചു പോകാൻ അപകട സാധ്യതയുള്ള പാർക്കിൻസൺസ് രോഗി വീഴാനും അപകടങ്ങൾ വരാനുമുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും ചെറിയ ഡോസിൽ ഏറ്റവും ചെറിയ കാലഘട്ടത്തിലേക്ക് മാത്രമേ ഉറക്കത്തിനുള്ള മരുന്നുകൾ കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ട് പാർക്കിൻസൺസ് രോഗികൾക്കുണ്ടാവുന്നത് കോൺസ്റ്റിപ്പേഷൻ, അല്ലെങ്കിൽ വയറ്റിൽ നിന്ന് പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടാവുക എന്നുള്ളതാണ്. ഫൈബർ റിച്ച് ഡയറ്റ്, അപ്പോൾ നമ്മുടെ ഇലക്കറികൾ അങ്ങനെയുള്ള സാധനങ്ങൾ കൂടുതൽ കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് കോൺസ്റ്റിപ്പേഷനെ നേരിടാൻ പറ്റും. പിന്നെ കോൺസ്റ്റിപ്പേഷൻ വഷളാക്കുന്ന മരുന്നുകൾ എന്തെങ്കിലും രോഗികൾ കഴിക്കുന്നുണ്ടോ എന്ന് നോക്കണം. ചിലപ്പോഴൊക്കെ കോൺസ്റ്റിപ്പേഷന് വേണ്ടിയായിട്ടുള്ള ലാക്സേറ്റീവ്സ് ഉപയോഗിക്കേണ്ടിയും വരാറുണ്ട്. മൂത്രത്തിന് കൺട്രോൾ ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് പാർക്കിൻസൺസ് ഡിസീസിൻ്റെ ഭാഗമായി കാണാറുള്ള മറ്റൊരു പ്രശ്നമാണ്. മൂത്രം ഒഴിക്കണം തോന്നിയാൽ ഉടനെ പോകണം. അതിനാണ് അർജൻസി എന്ന് പറയുന്നത്. ബാത്റൂം എത്തുന്നതിന് മുമ്പേ മൂത്രം പോയാൽ അതിനെ നമ്മൾ ഇൻകോണ്ടിനൻസ് എന്ന് വിളിക്കും. അപ്പോൾ ഇത് പാർക്കിൻസൺസ് രോഗികൾക്ക് എപ്പോഴും ഒരു കുഴപ്പമാണ്. മൂത്രം ഒഴിക്കാൻ തോന്നും, പിടിച്ചു നിർത്താൻ പറ്റില്ല. വേഗത്തിൽ പോയി മൂത്രം ഒഴിക്കാമെന്ന് വെച്ചാൽ സ്പീഡുമില്ല. വേഗത്തിൽ നടന്നാൽ വേച്ചു പോയേക്കാം. മൂത്രത്തിൽ പഴുപ്പില്ല എന്ന് ഉറപ്പാക്കുക. പുരുഷന്മാരിലാണ് എങ്കിൽ പ്രോസ്റ്റേറ്റിൻ്റേതായിട്ടുള്ള മരുന്നുകൾ വല്ലതും വേണോ എന്നത് ശ്രദ്ധിക്കുക. സ്ത്രീകളിലും പുരുഷന്മാരിലും പെൽവിക് ഫ്ലോർ എക്സർസൈസസ്, സ്ത്രീകളിലാണ് ഇത് കൂടുതൽ, കീഗൽസ് എക്സർസൈസസ് എന്നൊക്കെ പറയുന്ന എക്സർസൈസുകൾ ചെയ്യുക. പിന്നെ ചിലപ്പോഴൊക്കെ മിറാബെഗ്രോൺ എന്നൊക്കെ പറയുന്ന ചില മരുന്നുകൾ ഉപയോഗിച്ചും യൂറിൻ പാസ് ചെയ്യാനുള്ള ഈ അർജൻസിയെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ പാർക്കിൻസൺസ് ഡിസീസിൻ്റെ കൂടെ വരുന്ന ടെൻഷൻ, ഉറക്കക്കുറവ്, കോൺസ്റ്റിപ്പേഷൻ, യൂറിനറി അർജൻസി, ഇതും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. മരുന്നുകളല്ലാതെ മറ്റെന്തൊക്കെ ചെയ്യാം പാർക്കിൻസൺസ് രോഗികൾക്ക്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വ്യായാമം. അത് ഫിസിയോതെറാപ്പി ആകാം, വേഗത്തിൽ നടക്കുക, കൈകാലുകൾ കറക്കിയൊക്കെ എക്സർസൈസ് ചെയ്യുക. പലപ്പോഴും പാർക്കിൻസൺസ് രോഗികൾ ഈ കൈ ആട്ടാതെയൊക്കെ നടക്കുന്നത് കൊണ്ട് തോളിൻ്റെ വേദനയും പിടുത്തവും ഒക്കെ ഇവരിൽ വളരെ കൂടുതലാണ്.
അതുകൊണ്ട് എപ്പോഴും പാർക്കിൻസൺസ് രോഗികളോട് നമ്മൾ പറയുന്നതാണ് എല്ലാ ദിവസവും കൈ ഇങ്ങനെ കറക്കി എക്സർസൈസ് ചെയ്യണം 2 കൈയും എന്ന്. അവർക്ക് ഷുഗർ കൂടെ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ തോളിൻ്റെ പിടുത്തം വരാനുള്ള അപകട സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഓക്കുപേഷണൽ തെറാപ്പി, എഴുതുകയോ മറ്റ് പ്രവർത്തികൾ ചെയ്യുന്നതിന് അവരെ എങ്ങനെ മെച്ചപ്പെടുത്താം എന്ന് നമ്മൾ നോക്കുന്നത്. ശബ്ദം ദൃഢതയുള്ളതാക്കുന്നതിനും ഒച്ച കൂട്ടുന്നതിനും സ്പീച്ച് തെറാപ്പി. പിന്നെ ടെൻഷൻ മറ്റുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് സൈക്കോ തെറാപ്പി അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി. ഇതെല്ലാം പാർക്കിൻസൺസിൻ്റെ ചികിത്സയുടെ ഭാഗമാണ്. ഡയറ്റിന് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ പാർക്കിൻസൺസ് ഡിസീസിന്? പാർക്കിൻസൺസ് ഡിസീസുള്ള രോഗി എപ്പോഴും നല്ല പ്രോട്ടീനൊക്കെ ഉള്ള ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്ന ഭക്ഷണ രീതികൾ തുടരേണ്ടതുണ്ട്. വ്യായാമത്തിൻ്റെ ഒപ്പം അങ്ങനെയുള്ള ഭക്ഷണ രീതികൾ ഉണ്ടെങ്കിലേ ഉള്ളൂ മസില് ശോഷിക്കാതിരിക്കാനും വീഴ്ചകളൊക്കെ വരാനുള്ള അപകട സാധ്യത കുറയ്ക്കാനും പറ്റുകയുള്ളൂ. മരുന്നുകളിലൂടെ, ഫിസിയോതെറാപ്പിയിലൂടെ, കൗൺസിലിങ്ങിലൂടെ, എക്സർസൈസിലൂടെ എല്ലാ പാർക്കിൻസൺസ് രോഗികൾക്കും നല്ല പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ജീവിതം തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. പാർക്കിൻസൺസ് രോഗികൾക്ക് പലപ്പോഴും അപകർഷതാബോധമുണ്ടാവാറുണ്ട്. എനിക്ക് രോഗമുണ്ടെന്ന് ആൾക്കാർ ചോദിക്കും, പുറത്തു പോയാൽ എനിക്ക് മടിയാണ്, പണ്ടത്തെ പോലെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് അവർ കാര്യങ്ങൾ ചെയ്യുന്നത് നിർത്തും. ഇത് രോഗം പെട്ടെന്ന് വഷളാകുന്നതിലേക്ക് വഴിവെക്കും. ആക്റ്റീവായിരിക്കാനും എല്ലാ കാര്യങ്ങളും ചെയ്യാനും മറ്റുള്ള ആൾക്കാരോട് ഇടപഴകാനും ശ്രമിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിന് അവർക്ക് കുടുംബാംഗങ്ങളുടെയും ഡോക്ടറിൻ്റെയും സപ്പോർട്ട് ആവശ്യമാണ്. സ്ഥിരമായി കാലാകാലങ്ങളിൽ ഡോക്ടറിനെ കാണുകയും വേണ്ട ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുകയും മരുന്ന് കൃത്യമായി എടുക്കാനും ശ്രദ്ധിക്കുക. അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പാർക്കിൻസൺസ് ഡിസീസിനെ കൈകാര്യം ചെയ്യാൻ സാധിക്കും. നന്ദി.